നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് കണക്ഷൻ ഏത് സിം ആണെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ ഫോണിൽ ഫുൾ റേഞ്ച് ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാനോ ഡൗൺലോഡ് ചെയ്യാനോ നോക്കുമ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, അതായത് നെറ്റിന് തീരെ സ്പീഡ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് ഒന്ന് ഫാസ്റ്റായി കിട്ടാനുള്ള ഒരു 3 ടിപ്സാണ്, അതായത് ഒരു 3 സെറ്റിങ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ മൊബൈലിൽ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർനെറ്റ് സ്പീഡ് ഒന്ന് ഫാസ്റ്റായി കിട്ടും. പലർക്കും ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ വീഡിയോ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, അതായത് നല്ല ഇൻ്റർനെറ്റ് ഒന്നുകൂടി ഫാസ്റ്റായിട്ട് കിട്ടാൻ എന്ത് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ടിപ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു 3 ടിപ്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഒന്ന് ഫാസ്റ്റായി കിട്ടും. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിർബന്ധമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോക്ക് ഒരു ലൈക്ക് ഇട്ട് എന്നെ ഒന്ന് ബൂസ്റ്റ് ആക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു ടിപ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായി നമ്മൾ ആദ്യം നമ്മുടെ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പം നമുക്കിവിടെ ഏറ്റവും മേലെ ഒരു 3 ഡോട്ട് ബട്ടൺ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും താഴെ ഇവിടെ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ സൈറ്റ് സെറ്റിങ്സ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം അവിടുന്ന് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം. അപ്പോൾ അവിടെ ഏറ്റവും താഴെ നമുക്കിവിടെ ഡാറ്റ സ്റ്റോർഡ് എന്ന് കാണാം. ചിലതിൽ ഡാറ്റ സ്റ്റോറേജ് എന്നായിരിക്കും. അപ്പോൾ ഡാറ്റ സ്റ്റോർഡ് എന്നുള്ള അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് നമ്മുടെ ഗൂഗിളിൽ നമ്മൾ എന്തെല്ലാം സെർച്ച് ചെയ്തിട്ടുണ്ടോ അതെല്ലാം സ്റ്റോറായി കിടക്കുന്ന ഈ ഡാറ്റ സ്റ്റോർഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിലാണ്. ഇത് നമ്മൾ നമ്മുടെ ഫോണിൽ സെർച്ച് ചെയ്യുന്ന മുഴുവൻ ഹിസ്റ്ററിയും ഇതിലുണ്ടാവും. അപ്പം ഒരുപാട് കാലം മുമ്പ് നമ്മൾ ഇതിൻ്റെ ഹിസ്റ്ററി ഒന്നും ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരുപാട് മെമ്മറി നമുക്ക് ഫ്രീ ആയി കിട്ടും. ചിലത് നമുക്ക് ഒരുപാട് GB മെമ്മറി ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇത് നമുക്ക് മൊത്തം ക്ലിയർ ആക്കി എടുക്കാം. നമ്മൾ ഈ ഡാറ്റയിലുള്ള മൊത്തം നമുക്ക് സ്റ്റോറേജ് ചെയ്താൽ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് തന്നെ നമുക്ക് കിട്ടും. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഹാങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഇവിടെ ഈ ഡാറ്റയിൽ സ്റ്റോറായി കിടക്കുന്ന ഈ വെബ്സൈറ്റുകളുടെ ഒക്കെ ഇത് നമ്മുടെ ഈ മൊബൈൽ ഫോണിലെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ നെറ്റ് നല്ല രീതിക്ക് ഉപയോഗിച്ച് നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് കുറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഈ ഡാറ്റ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡാറ്റ സ്റ്റോറിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താഴെ ഡിലീറ്റ് ഓൾ ഡാറ്റ എന്ന് നമുക്ക് കാണാൻ പറ്റും. അതൊന്ന് ഡിലീറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള എല്ലാം ഡിലീറ്റ് ആക്കി എടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജ് ഒന്ന് ഫ്രീ ആയി കിട്ടും. അതേപോലെ നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് ഒന്ന് ഫാസ്റ്റായി കിട്ടും. ഇതാണ് നമ്മളെ ഒന്നാമത്തെ ടിപ്സ്. അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഒന്ന് ജസ്റ്റ് ബാക്ക് അടിച്ചതിന് ശേഷം ഇവിടെ താഴെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് ഡിഫാൾട്ടായിട്ട് ഓണായി കിടക്കുകയായിരിക്കും. ഇതൊന്ന് ഓഫാക്കി വെക്കുക. ഇത് ഓഫാക്കി വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു സെറ്റിങ്സിൽ അതായത് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഇതെല്ലാം ഒന്ന് ബ്ലോക്കായി കിട്ടും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് ഒന്ന് കൂട്ടാൻ കഴിയും. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഒന്ന് ബാക്ക് അടിച്ചതിന് ശേഷം ഇനി നമുക്ക് മൊബൈൽ സെറ്റിങ്സാണ് നമുക്ക് ഓപ്പൺ ആക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ മൊബൈൽ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പം നമ്മുടെ ഇവിടെ സിം കാർഡ് ആൻഡ് മൊബൈൽ ഡാറ്റ എന്നുള്ള ഫസ്റ്റ് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ചിലതിൽ മൊബൈൽ നെറ്റ്വർക്ക് എന്നായിരിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഡാറ്റ നമ്മൾ സിം 1 ആണോ 2 ആണോ എന്ന് സെലക്ട് ചെയ്യാം. നമ്മൾ ഏതിലാണ് ഡാറ്റ ഉപയോഗിക്കുന്നത് ആ ഒരു സിമ്മിൻ്റെ ഇതിൽ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും താഴെ ഇവിടെ ആക്സസ് പോയിൻറ്റ് നെയിം എന്ന് കാണാൻ പറ്റും. ആ ഒരു ആക്സസ് പോയിൻറ്റ് നെയിമിൽ ഇതിലാണ് നമ്മൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സിമ്മിൻ്റെ പേര് ഇവിടെ കാണിക്കും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഐ ബട്ടൺ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഐ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ഒരു ഓപ്ഷനാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഇവിടെ സെർവർ എന്നുള്ളിടത്ത് നമ്മളിവിടെ www.google.com എന്ന് ടൈപ്പ് ചെയ്യാം. ഇതുപോലെ www.google.com എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും മേലെ ഒരു ശരി എന്നുള്ളൊരു മാർക്ക് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് അടിക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അത് നമുക്ക് മൂന്നാമത്തെ ടിപ്സിൻ്റെ കൂടെ പറഞ്ഞു തരാം. അപ്പോൾ അതിനായി നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഡാറ്റ സേവിങ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ചില മൊബൈലിൽ നമുക്ക്
സ്മാർട്ട് ഡാറ്റ സേവർ എന്നായിരിക്കും കാണുക. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ടിക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓണായിട്ട് വരും. അപ്പോൾ നമുക്ക് മൊബൈൽ ഫോണിലെ അതായത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതൊക്കെ സ്റ്റോപ്പാകും. ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ആപ്ലിക്കേഷൻ മൊബൈൽ ഡാറ്റ ഒന്നും ഇനി എടുക്കില്ല. നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് യൂസേജ് മാത്രമേ ആവുന്നുള്ളൂ. ഇതുവഴി നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കാൻ കഴിയും. ഈ ഒരു 3 സെറ്റിങ്സ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ഒരു പ്രാവശ്യം ഒന്ന് സ്വിച്ച് ഓഫ് ആക്കി ഒന്ന് ഓൺ ആക്കുക. അതായത് ഈ ആപ്ലിക്കേഷനൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ആവാൻ ഒന്ന് ഓഫ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ അറിവിനെക്കുറിച്ച് നേരത്തെ അറിയുന്നതായിരുന്നോ, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് ഇത് ഉപകാരമായി എന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.